ഇനിയുള്ള ജീവിതത്തിലും ഇനിയുള്ള മാസത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ്, തഖ്വ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ആ തഖ്വ നേടിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റമദാൻ മാസത്തിൽ നോമ്പെടുത്തവരെങ്കിൽ നമ്മൾ കണ്ണിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, റമദാൻ മാസത്തിൽ വിശപ്പിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, ഖൽബിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, നാവിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, വിചാരങ്ങളെ നാം നിയന്ത്രിച്ചിട്ടുണ്ട്. തഖ്വ നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നോമ്പെടുത്തത് എങ്കിൽ, ജീവിതത്തെ കൺട്രോൾ ചെയ്തത് എങ്കിൽ, വല്ലാഹി നമ്മളെ കാത്തിരിക്കുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗലോകമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു അനന്തരമായി നൽകുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗലോകമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതേ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീരെ ഒഴിവാക്കാൻ, ഇല്ലാതാക്കാൻ, മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. എന്നാലേ നമ്മൾ വിശ്വാസികളാവുകയുള്ളൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും ഭാരമുള്ള, ഏറ്റവും കടുത്തമുള്ള കൽപ്പന എന്ന് പറയുന്നത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മനുഷ്യരെ, ജനങ്ങളെ, ഇബാദീങ്ങളെ, അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുവല്ലാത്ത ഒരാളോടും ദുആ ചെയ്യല്ലേ. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയിൽ ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും ഭാരമുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രഖ്യാപിക്കണം, പറയണം, എന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, അല്ലാഹുവല്ലാത്ത ഒരു മനുഷ്യന്റെയോ, ഒരു ശക്തിയുടെയോ, ഒരു ബിംബത്തിന്റെയോ, ഒരു ജാറത്തിന്റെയോ, ഒരു ദർഗത്തിന്റെയോ മുമ്പിൽ പോയി ഞാൻ കൈകൾ നീട്ടുകയില്ല. എന്റെ കൈകൾ നീട്ടുന്നത്, ഞാൻ ഇബാദത്തുകൾ അർപ്പിക്കുന്നത് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിനോട് മാത്രം, എന്റെ റബ്ബിനോട് മാത്രം എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫലാ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എനിക്ക് എന്റെ അടിമക്ക് അല്ലാഹു പോരെ, എന്റെ അടിമക്ക് അല്ലാഹു പോരെ. സഹോദരങ്ങളെ, ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഹസ്ബി അല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു മതി, നമുക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തതായി നൽകാനുള്ള ഉപദേശം, ഒരുപാട് ചെയ്തു എന്ന തോന്നലല്ല നമുക്കുണ്ടാകേണ്ടത്, മറിച്ച് ചെയ്തത് സ്വീകരിക്കുമോ എന്ന ഭയമാണ്. നമുക്കറിയാം, ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മത്സരിച്ചവരാണ് നമ്മൾ. കൃത്യമായി തന്നെ നോമ്പെടുത്തവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, സ്വതക്കകൾ വർദ്ധിപ്പിച്ചവരാണ്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചവരാണ്, തറാവീഹ് നമസ്കരിച്ചവരാണ്, രാത്രിയെ ഹയാത്ത് ചെയ്തവരാണ്. ഒരുപാട് ചെയ്തു, ഒരുപാട് അമലുകൾ എന്റെ അടുത്തുണ്ട് എന്ന തോന്നലല്ല നമുക്കുണ്ടാകേണ്ടത്, മറിച്ച് ഈ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ